ഈ സൂത്രവാക്യം എന്നുള്ള സിനിമ ലൈം ലൈറ്റിൽ വരാനുള്ള പ്രധാന കാരണം ഈ വിൻസിയും ഷൈൻ ടോം ചാക്കോയും തമ്മിലുള്ള പ്രശ്നങ്ങളായിരുന്നു. അതിനുശേഷം ഷൈൻ ടോമിന്റെ ജീവിതത്തിലുണ്ടായിരുന്ന ദുരന്തം, ആ ഒരു ട്രാജഡിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ നിന്നൊക്കെ റിക്കവറായി അദ്ദേഹം വന്ന് നൽകിയ ഇന്റർവ്യൂസ്, വളരെ നല്ല ഇന്റർവ്യൂസ് നമുക്കുണ്ട്. അങ്ങനെ അതിനുശേഷം റിലീസ് ആയിട്ടുള്ള സിനിമയായിരുന്നു സൂത്രവാക്യം എന്നുള്ള സിനിമ. തീരെ ഒക്യുപ്പൻസി ഇല്ലാത്ത ഒരു സിനിമയായിരുന്നു. 10ൽ താഴെ ആളുകൾ മാത്രമായിരുന്നു ഈ സൂത്രവാക്യം എന്നുള്ളൊരു സിനിമ കാണാനുണ്ടായിരുന്നത്. ഈ സൂത്രവാക്യം എന്നുള്ളൊരു സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എങ്ങനെ ആയിരിക്കരുത് എന്ന രീതിയിലാണ് ഈ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത്. സിനിമയുടെ കാര്യത്തിൽ നമ്മൾ എന്താണ് പറയാൻ വരുന്നത് എന്നുള്ളത് സിനിമയുടെ തുടക്കത്തിൽ ആദ്യത്തെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കുറച്ച് നല്ല രീതിയിൽ എൻഗേജിങ് ആയി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ആ പടം കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിട്ട് പോലും ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് ആദ്യത്തെ ഏകദേശം അരമണിക്കൂറോളം പോലീസ് സ്റ്റേഷന്റെ മുകളിൽ ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾ, ആ കുട്ടികളുടെ ജീവിതം കാണിക്കുന്ന പാട്ടുകൾ എന്നിങ്ങനെ നല്ല രീതിയിൽ മടുപ്പിക്കുന്ന പോലെയാണ് ഈ സിനിമ തുടക്കം തന്നെ. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ചിലപ്പോൾ കാണാൻ വന്നിരിക്കുന്നത് എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രാമ പടമായിരിക്കും, ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ പാർട്ടോ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് മനസ്സ് മടുത്തിരിക്കുമ്പോഴാണ് ഇന്റർവൽ പോയിന്റ് വരുന്നത്. ഇന്റർവൽ പോയിന്റിലാണ് ഇതിന്റെ ഗിയർ ഷിഫ്റ്റ് കിടക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് ഒരു കുറ്റാന്വേഷണം ആയിരിക്കും എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്കുണ്ടാവും. ഓക്കെ, ഏതായാലും ബോറിംഗ് ആയിട്ടുള്ള സീനുകളൊക്കെ മാറി, ഇനി അങ്ങോട്ട് കുറ്റാന്വേഷണം ആയിരിക്കുമല്ലോ, അപ്പൊ ത്രില്ലിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും നമ്മൾ ഇന്റർവെല്ലൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിയേറ്ററിലേക്ക് കയറുന്നത്. പക്ഷെ ഒരാളെ കാണാതാവുന്നു, അതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഈ രീതിയിൽ പോകുന്ന കഥയിൽ എവിടെയും സസ്പെൻസ് ട്വിസ്റ്റ് എങ്ങനെ തുടങ്ങുന്നു ഒന്നുമില്ല എന്ന് ഞാൻ പറയാൻ കാരണം ആർക്കും സിമ്പിളായിട്ട് ഊഹിക്കാവുന്ന വളരെ വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്ക്രീനിൽ വന്നു പോകുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എൻഗേജിങ് ആയിട്ടുള്ള ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മിനിറ്റ് പോലും ഈ സിനിമയിൽ തപ്പി നോക്കി കാണാൻ പറ്റില്ല എന്നുള്ളതാണ് കഷ്ടം. പിന്നെ ഷൈൻ ടോമിന്റെ പെർഫോമൻസ് നല്ലതായിരുന്നു. പുള്ളിയുടെ ഡയലോഗ്സ് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. കാരണം പുള്ളി പറഞ്ഞത് എല്ലാം നമുക്ക് മനസ്സിലാവും. പഴയ ആ ഒരു ഷൈൻ ടോമിന്റെ രീതിയിലുള്ള ആ ഒരു ലാംഗ്വേജോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്കയായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്, പക്കയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ദീപക് പറമ്പോളിന്റെ റോള് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. പുള്ളിയും അത് വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വിൻസി അലോഷ്യസ് ഈ പടത്തിൽ എന്തുകൊണ്ട് ഈ പുള്ളി, നമ്മളിപ്പോൾ പോസ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ വിൻസിയുടെ പോസ്റ്ററുകളാണ് ഉള്ളത്. പിന്നെ ഈ സൂത്രവാക്യം എന്നുള്ള സിനിമയിൽ തന്നെ മൂന്നാമതായിട്ട് എഴുതി കാണിക്കുന്ന പേര് വിൻസി, ഇതെല്ലാം ഒക്കെയാണ്. പക്ഷേ ഈ സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു 10 ക്യാരക്ടർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും അവസാനമുള്ള ഒട്ടും പ്രാധാന്യമില്ലാത്ത ഒരു ജസ്റ്റ് ഒരു ക്യാരക്ടറാണ് വിൻസി. അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവം. പിന്നെ ബാക്കിയുള്ള കുട്ടികളടക്കമുള്ള പോലീസുകാർ, ഇവരെല്ലാം ഉള്ള ഒരു കാസ്റ്റ് ഉണ്ട്. അതിലൊരു എപ്പോഴും ഷൈൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പോലീസുകാരൻ ക്യാരക്ടറൊക്കെ ഉണ്ട്. മത്സരിച്ച് വെറുപ്പിക്കലാണ്, ഒരു രക്ഷയില്ലാത്ത വെറുപ്പിക്കലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെയുള്ളൊരു പടമാണ്. ഇപ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ ശോകമായിട്ടുള്ള, സൂത്രവാക്യം എന്നുള്ളതല്ല, ശോകവാക്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാവുന്ന ഒരു വളരെ മോശം ത്രില്ലറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു നിർവികാര പടം, ഒരു വികാരവും ഇല്ല, തുടക്കം മുതൽ അവസാനം വരെ ഒരു നിർവികാരതയോടുകൂടി പോകുന്ന വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു മോശം പടം.